പുകവലി, മദ്യപാനം എന്നീ ശീലങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാവുന്നുണ്ടോ? സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അത് നമുക്ക് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. സോ മെയിലിന് ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കാരണം അവരുടെ സ്പേമിൻ്റെ ഡി എൻ എക്ക് ഡാമേജ് സംഭവിക്കാനും അതോടുകൂടി അവരുടെ ഒരു സ്പേമിൻ്റെ ഒരു ക്വാളിറ്റീനെ തന്നെ അത് അഫക്റ്റ് ചെയ്യാനും ഒരു സാധ്യതയാണ്. സ്ത്രീകൾക്കാവുമ്പോൾ അവർക്ക് സ്മോക്ക് ചെയ്യുമ്പോൾ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലാരിറ്റി വരാനും അവരുടെ ഓവുലേഷനെ അത് അഫക്റ്റ് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ട്. സോ ഈ ഓവുലേഷനെ അഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതോടുകൂടി അവർക്കൊരു ഫെർട്ടിലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മദ്യപിക്കുന്നത് ഒരിക്കലും ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കോസ് അല്ല. പക്ഷേ ക്വാണ്ടിറ്റി ഒരു നിശ്ചിത എമൗണ്ടിന് കൂടുതൽ ഡെയിലി മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ അഫക്റ്റ് ചെയ്യാനും ഓവുലേഷനെ അഫക്റ്റ് ചെയ്യാനും ഇത് വലിയൊരു റീസൺ തന്നെയാണ്. പുരുഷന്മാർക്ക് സ്ഥിരമായി മദ്യപിക്കുന്ന പുരുഷന്മാർക്ക് സ്പേമിൻ്റെ ക്വാളിറ്റിയും സ്പേമിൻ്റെ ചലനശേഷിയെയും അഫക്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത തന്നെ സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാർക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് പാർട്ട്നേഴ്സിൽ ഒരു കപ്പിളിൽ സ്ത്രീകളാണോ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടത് അതോ പുരുഷന്മാരാണോ? ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, രണ്ടു പേരും കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ സ്ത്രീകൾക്കാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം സ്ത്രീകൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും സ്മോക്കിങ്ങോ ആൽക്കഹോളിസവും ഫുള്ളായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം ഇത് സ്മോക്കിങ്ങിലൂടെയും ആൽക്കഹോളിസത്തിലൂടെയും കുട്ടികൾക്ക് ഒത്തിരിയേറെ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ അതുകൊണ്ട് സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ കൺസീവ് ആവാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു കപ്പിളാണ് എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിൾ, നിങ്ങളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിൾ ആണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒത്തിരിയേറെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ഡയറ്റിനെ കുറിച്ചാണ്. ഡയറ്റ് പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒത്തിരി കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ സ്ത്രീകൾ നമ്മൾ വൈറ്റ് റൈസ്, പിന്നെ വൈറ്റ് ഷുഗർ കണ്ടന്റ് മാക്സിമം കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആഹാരങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. സോ കൂടുതൽ ചിക്കൻ, ഫിഷ് എന്നിവ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. റെഡ് മീറ്റ്, ബീഫ് മുതലായവ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. സോ പിന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്തുമാവട്ടെ സ്ഥിരമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. പിന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ആണ്. ഡെയിലി ഒരു 7 to 8 hours ഉറങ്ങാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുക. ഇതിലൂടെ തന്നെ ഒരു മാക്സിമം നിങ്ങൾക്കൊരു സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ഒരു മോഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസം അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യോഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണറിനോടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ അഡോപ്റ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതാണ്. ഡെയിലി ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ഉള്ള ജോബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഒരുപാട് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ സ്ട്രെസ് റിലീവിങ് ടെക്നിക്സ് എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത് യോഗ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു തരം കൗൺസിലിംഗ് ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്
അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണമെങ്കിലും ധൈര്യമായിട്ട് അവരോട് തുറന്ന് സംസാരിക്കുക. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും മാക്സിമം അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ മാരേജിന് മുമ്പ് ഒരു റീപ്രൊഡക്റ്റ് ഹെൽത്ത് പരിശോധിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? അത് മാരേജിന് മുമ്പ് സോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാരേജിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യേണ്ടത്. തൈറോയിഡ്, സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള ഒരു ഡിസീസ് ടെൻഡൻസിയാണ് തൈറോയിഡ് ഡിസീസ്, തൈറോയിഡ്, ഷുഗർ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ കൂടാതെ സ്ത്രീകൾക്ക് അവരുടെ പീരീഡ്സ് റെഗുലർ ആണോ, റെഗുലർ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഒരു അഡോളസെന്റ് ഏജ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം പൊതുവെ വരുന്ന ഒരു അസുഖമാണ് PCOD എന്ന് പറയുന്നത്. സോ PCOD യൂഷ്വലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. സോ അത് കാരണം നിങ്ങൾക്കൊരു ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, വെയിറ്റ് ഗെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്, മുഖക്കുരു, ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫീമെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻസ്ട്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ മെൻസ്ട്രേഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു നോർമൽ ഒരു ഹെൽത്ത്, പ്രോപ്പർ ഹെൽത്ത് ഉണ്ടെന്നുള്ളതിനുള്ളൊരു അർത്ഥമാണത്. സോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്താണ്, അതിൻ്റെ ചിലപ്പോൾ അത് നോർമലായിരിക്കാം. ഒരു ഏർലി മെനാർക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഏർലി സൈക്കിൾസിൽ മെൻസ്ട്രേഷൻ പൊതുവേ ഇറഗുലർ ആയിരിക്കാം. സോ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഇപ്പോഴും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. സോ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ PCOS ആയിരിക്കാം. സോ അത് നമ്മൾ നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മെൻസ്ട്രേഷൻ കുറച്ച് കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു കപ്പിള്, നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിള് നമ്മുടെ OPയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കും. ഫസ്റ്റ് നമ്മളൊരു പ്രോപ്പർ ഒരു ഹിസ്റ്ററി എടുക്കുക. അതായത് എല്ലാ തരത്തിലുള്ള ഒരു ഹിസ്റ്ററി, അവർ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ട് അവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, സോ അവരുടെ സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആണോ, അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുക. പിന്നെ അവരുടെ സെക്ഷൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എത്ര ദിവസം കൂടുമ്പോഴാണ് അവർ കോണ്ടാക്ട് ചെയ്യുന്നത്, കോണ്ടാക്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടോ, അവർക്ക് പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറുണ്ടോ, അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അസോസിയേറ്റഡ് മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ അവരോട് അന്വേഷിക്കണം. പിന്നെ അവരുടെ ഒരു പ്രോപ്പർ ഒരു ഫാമിലി ഹിസ്റ്ററി നമ്മൾ എടുക്കുക. ഫാമിലി പാരൻസിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും ജനിതകപരമായ അസുഖങ്ങൾ അവരുടെ ഫാമിലിയിലുണ്ടോ, അങ്ങനത്തെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് എക്സാമിനേഷൻ. നമ്മൾ ഫീമെയിലിനെയും മെയിലിനെയും നമ്മൾ എക്സാമിൻ ചെയ്യും. ഫീമെയിലിന് നമ്മൾ പെർ വജൈനൽ എക്സാമിനേഷൻ ആണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. പുരുഷന്മാർക്ക് അവരുടെ ടെസ്റ്റിക്കുലർ എക്സാമിനേഷൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ത്രീകൾക്ക് നമ്മൾ പൊതുവേ നമ്മൾ സ്കാൻ നമ്മൾ TVS വജൈനൽ സ്കാൻ നമ്മൾ ചെയ്യും. സ്കാനിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് യൂട്രസിലെ നമ്മൾ എൻഡോമെട്രിയൽ ലൈനിങ് ആണ് നമ്മൾ നോക്കുന്നത്. അത് കൂടാതെ നമ്മൾ രണ്ട് സൈഡിലുമുള്ള ഓവറിയുടെ അകത്തുള്ള എഗ്ഗിനെയാണ് നമ്മൾ കൂടുതലായി നമ്മൾ നോക്കുന്നത്. എഗ്ഗിൽ നമ്മൾ നോക്കുന്നത് ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് ആണ്. ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോക്കുന്നത് നമ്മൾ പീരീഡ്സിൻ്റെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസമാണ്. ആ ഒരു ഓവറിയുടെ അകത്ത് എത്ര എഗ്ഗ് ഉണ്ട് എന്നുള്ളൊരു കൗണ്ടാണ് നമ്മൾ ആൻട്രൽ ഫോളിക്കുലർ കൗണ്ടിലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഒരു സ്ത്രീക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സ്കാനാണ്. പിന്നെ നമ്മൾ അസോസിയേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ്, തൈറോയിഡ്, ഡയബറ്റിസ്, ഇതൊക്കെയാണ് നമ്മൾ അവർക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പുരുഷന്മാർക്ക് നമ്മൾ പുരുഷന്മാർ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സെമൻ അനാലിസിസ് ആണ്. സെമൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ബീജത്തിൻ്റെ ടെസ്റ്റാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത് ബീജത്തിൻ്റെ കൗണ്ട്, ബീജത്തിൻ്റെ ക്വാളിറ്റി, ബീജത്തിൻ്റെ മോർഫോളജി, അതാണ് നമ്മൾ സെമൻ അനാലിസിസിൽ നമ്മൾ മെയിൻലി നോക്കുന്നത്.